ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മുടെ ശത്രുക്കളെ എപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ കണ്ണുകളെ മറയ്ക്കാനുള്ള കഴിവ് അവർക്കുണ്ടെങ്കിലോ അവർ അദൃശ്യരാണെങ്കിലോ 2011 പുറത്തിറങ്ങിയ ദ ഡാർക്കസ്റ്റ് ഹൗ എന്ന സിനിമയിൽ ഇതുപോലൊരു കൺസെപ്റ്റാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില അദൃശ്യമായ കാര്യങ്ങൾ ഭൂമിയിലേക്ക് വന്നിറങ്ങുകയാണ്. കാണുമ്പോൾ ഒരു മഞ്ഞ വെളിച്ചം പോലെ തോന്നും, എന്നാൽ വളരെയേറെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത്. മനുഷ്യന്റെ യുഗം തന്നെ ഇവിടെ തീരാൻ വേണ്ടി പോവാണ്. എന്നാൽ അതിന് ചെറുത്ത് നിൽക്കാനായിട്ട് ചില ആൾക്കാർ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതും ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ. എന്താണ് ഭൂമിയിൽ സംഭവിച്ച ഈ കാര്യം, അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്, ഇതെല്ലാം വളരെ യാദൃശികമായിട്ട് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ചെറുപ്പക്കാർ നമ്മുടെ ഭൂമിയെ രക്ഷപ്പെടുത്താനായിട്ട് നടത്തുന്ന യാത്ര, അതാണ് നമ്മൾ ഈ കഥയിലൂടെ കേൾക്കാൻ പോകുന്നത്. സോ തുടക്കം മുതലേ ഭയങ്കര ത്രില്ലിങ്ങിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ ധൈര്യമായിട്ട് തന്നെ കേട്ട് തുടങ്ങിക്കോ. അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥ നടക്കുന്നത് റഷ്യയിലെ മോസ്കോ എന്ന നഗരത്തിലാണ്. അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ട് ആ നഗരത്തിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ ഒരു ഭാഗത്തേക്ക് വന്നു കൂടുകയാണ്. ആ രാത്രിയിൽ അവരെല്ലാവരും കണ്ട ആ കാഴ്ച അതെന്തായിരുന്നെന്നോ, വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ പ്രകാശം മുകളിലൂടെ അങ്ങനെ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് അവിടെ കൂടി എല്ലാവരും കാണുന്നത്. അതിനുശേഷം വലയങ്ങൾ പോലെയുള്ള മഞ്ഞ നിറത്തിലുള്ള പ്രകാശത്തിന്റെ ചില വസ്തുക്കൾ അത് പതിയെ പതിയെ താഴേക്ക് വരികയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്ന ആ വലയങ്ങൾ പിന്നീട് 1 2 ആകുന്നു, 2 4 ആകുന്നു, അങ്ങനെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആ ആൾക്കാരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയുന്നതിന് മുന്നേ ഒരു ദിവസം പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. അമേരിക്കയിൽ നിന്ന് മോസ്കോയിലേക്ക് വരുന്ന 2 ചെറുപ്പക്കാരെ കാണിക്കുന്നുണ്ട്. ഷാൻ, ബെൻ. നല്ല പുതിയൊരു ആശയം 2 പേരുടെ തലയിലുണ്ട്. എന്നാൽ പുതിയൊരു സ്റ്റാർട്ടപ്പ് അത് തുടങ്ങണമെങ്കിൽ ഇവർക്ക് നല്ല ഫണ്ട് വേണമല്ലോ. അതുകൊണ്ട് തന്നെ മോസ്കോയിൽ പോയി ചില ആൾക്കാരെ കണ്ട് ഫണ്ട് നേടാൻ വേണ്ടി, അതിനാണ് ഇവരുടെ യാത്ര കേട്ടോ. 2 പേരും നല്ല ബുദ്ധിയുള്ള പയ്യന്മാരാണ്. അങ്ങനെ ആ യാത്രയിൽ 2 പേരും നല്ല തമാശകളൊക്കെ പറഞ്ഞ് എയർ ഹോസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവരോട് പഞ്ചാരൊക്കെ അടിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലൈറ്റിന്റെ ആ ലൈറ്റ് മുഴുവനായിട്ടും ഒറ്റയടിക്ക് ഓഫ് ആവുകയാണ്. അതേ നേരം തന്നെ വിമാനത്തിന്റെ ആ ഒരു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം എനർജിയുടെ വലയങ്ങൾ, അതുപോലെയുള്ള കൊടുങ്കാറ്റുകൾ അത് ഇവർക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഭാഗ്യം എന്നോണം അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി തിരിച്ചു വരികയാണ്. കറണ്ട് എല്ലാം വന്നു, ലൈറ്റ് എല്ലാം കത്തി. വിചാരിച്ചതുപോലെ യാതൊരു അപകടവും ഫ്ലൈറ്റിന് സംഭവിച്ചില്ല. വളരെ സേഫ് ആയിട്ട് തന്നെ ഫ്ലൈറ്റ് ലാൻഡായി. അങ്ങനെ ഷാൻ, ബെൻ 2 പേരും ഇപ്പോൾ എവിടെ വന്നിട്ടുണ്ട്, മോസ്കോയിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ്. വന്നപാട് തന്നെ ഇവരുണ്ടാക്കിയ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ ആരൊക്കെ ജോയിൻ ചെയ്തു എന്നിങ്ങനെ നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ അതിൽ അവരുടെ ആ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവരുടെ പേര് ആൻ, അതുപോലെ തന്നെ നെറ്റാലിയ. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇതിനുശേഷം ഷാനും ബെന്നും കൂടെ നേരെ ആ വലിയ ബിസിനസ് മീറ്റിംഗ് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയപ്പോൾ അവർക്ക് തന്നെ പരിചയമുള്ള ഒരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് സ്കൈലർ എന്നാണ്. ഈ സ്കൈലർ ബാക്കിയുള്ള ആ ബിസിനസ്സുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഷാനും ബെന്നും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഏത് പുതിയ ഐഡിയയുമായിട്ടാണോ ഇവർ 2 പേരും വന്നത്, അതേ സാധനം നേരത്തെ മനസ്സിലാക്കി കോപ്പി അടിച്ച് സ്കൈലർ ഉണ്ടല്ലോ, അത് അവന്റെ ഐഡിയ പോലെ അത് അവിടെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാൻ, ബെൻ 2 പേർക്കും സഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ 2 പേരും ബഹളം വെച്ചു. അധികം വൈകാതെ സെക്യൂരിറ്റി വന്ന് 2 പേരെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. എല്ലാം കണ്ടുപിടിച്ച ആ 2 ചെറുപ്പക്കാര് അവര് പുറത്തായി. ഇതിനുശേഷം നമ്മൾ നേരത്തെ, അതായത് ഷാൻ, ബെൻ ഇവരുണ്ടാക്കിയ ഒരു പുതിയ ആപ്ലിക്കേഷൻ അതിൽ ജോയിൻ ചെയ്ത 2 പെൺകുട്ടികളെ കണ്ടായിരുന്നില്ലേ, ആൻ, നെറ്റാലിയ. മോസ്കോ നഗരത്തിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാൻ വന്ന ആൻ, നെറ്റാലിയ 2 പേരെയും കാണിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇവര് 2 പേരും അവിടെ മുഴുവനായിട്ടൊന്ന് ചുറ്റിക്കറങ്ങിയതിനു ശേഷം നേരെ ഒരു പബ്ബിലേക്ക് പോകാന്ന് പറയാണ്. എന്നാൽ അവര് പോകുന്ന അതേ പബ്ബിൽ തന്നെയാണ് നമ്മുടെ ഷാനും ബെന്നും ഉള്ളത്. ബെൻ ആകെ വിഷമത്തിലാണ്. അപ്പൊ ഷാൻ പറയാണ്, എടാ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു ഐഡിയ കണ്ടുപിടിച്ച് നമുക്ക് ഇനിയും മറ്റൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാം, നീ പേടിക്കണ്ടെന്ന് പറയണം. എന്നാൽ ഇതേ പബ്ബിലേക്ക് തന്നെ ഇവരെ ചതിച്ച ഒരു സ്കൈലർ ഉണ്ടല്ലോ, മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ തല്ലുണ്ടാക്കാൻ ബെൻ പോകാൻ നിൽക്കുമ്പോൾ ഷാന് പറയണം, നീ അവിടെ അടങ്ങിയിരിക്കുക, നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ല, നോക്കിക്കോ, അവനെ തോപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഐഡിയ നമ്മൾ കണ്ടുപിടിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഈ ആൻ, നെറ്റാലിയ 2 പേരും ആ ഒരു പബ്ബിലേക്ക് വന്നു. അവർ 2 പേരും ഷാനിയും ബെന്നിനെ കണ്ടപാടിനെ മനസ്സിലാവുകയാണ് കേട്ടോ. അവരുപയോഗിച്ച ആ ഒരു ആപ്ലിക്കേഷന്റെ ഓണേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് കമ്പനി ആവുകയാണ്. ഇവരെല്ലാവരും നല്ല ജോലി ആവുന്നുണ്ട്. എന്നിട്ടൊരു ഫോട്ടോ എടുക്കാന്ന് പറയണം. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൻ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലിക്ക് ഫോണിൽ ഞെക്കിയ സമയത്ത് ഒറ്റയടിക്ക് ലൈറ്റ് ഒക്കെ അങ്ങോട്ട് ഓഫായി പോവാണ്. അതുപോലെ പുറത്തുള്ള ആൾക്കാർ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഷാനും, ബെന്നും, ആനും, നെറ്റാലിയും എല്ലാവരും നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. നോക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന മേഘങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ ഒഴുകി നടക്കുന്ന വല്ലാത്തൊരു പ്രകാശം. ആദ്യമായിട്ടാണ് ഇവരെല്ലാവരും ഈ ഒരു കാര്യം കാണുന്നത്. അത്ഭുതത്തോടെ എല്ലാവരും നോക്കി നിൽക്കെ ആകാശത്തിൽ നിന്നും മഞ്ഞ നിറമുള്ള ചില പ്രകാശത്തിന്റെ ലൈറ്റുകൾ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി വരികയാണ്. പിന്നീട് അതിൽ 1 നിന്നും 2 ആവുന്നുണ്ട്, 2
4 ആവുന്നുണ്ട്, 4 8 ആവുന്നുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരെണ്ണം ഈ ആൾക്കാരെല്ലാവരും കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതെന്താണെന്ന് അറിയാതെ എല്ലാ ആൾക്കാരും ആ ഒരു ആശ്ചര്യം പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് എന്താണെന്ന് അറിയണല്ലോ ഒന്ന് തൊട്ടു നോക്കുകയാണ്. തൊട്ടതേ ഓർമ്മയുള്ളൂ, ആ മനുഷ്യൻ ഭസ്മമായി പോകുന്നുണ്ട്. അപ്പൊ തന്നെ മറ്റൊരു പോലീസുകാരൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അതിന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ എന്തോ ഒന്നിൽ തട്ടി ആ ബുള്ളറ്റ് ചിതറിപ്പോവല്ലാതെ അതിനൊന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല അവിടെ വന്നിറങ്ങിയ ആ ഒരു സാധനം അതെന്താണെന്ന് ഇവർക്കാർക്കും കാണാനും കഴിയുന്നില്ല. ആകെ കാണാൻ പറ്റുന്നത് ഒരു പ്രകാശത്തിന്റെ വലയം മാത്രമാണ്. ഇതുകൂടി ആയപ്പോ എല്ലാവരും അവിടുന്ന് ചെതറി ഓടുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ഒരാളെ പോലും വെറുതെ വിടാതെ ആ പ്രകാശം ഉണ്ടല്ലോ എല്ലാവരെയും കഴുത്തിനും കാലിനും ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ചുറ്റിപ്പിടിച്ച് എല്ലാ മനുഷ്യരെയും ഭസ്മമാക്കി കളയാണ്. ഇപ്പൊ ഷാൻ ബെൻ അതുപോലെ തന്നെ ആൻ നറ്റാലിയ ഇവര് നേരെ ബാറിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. അപ്പൊ ഈ ഒരു ബഹളത്തിൽ അവിടെ കുറെ വെള്ളമൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇവർ അതും താണ്ടി അപ്പുറത്തേക്ക് പോയി. ഓൾറെഡി അവിടെ ഒരാൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ ഈ ഒരു പ്രകാശം പോയ സമയത്ത് അതിശക്തമായിട്ടുള്ള കരണ്ട് തന്നെ ആ വെള്ളത്തിലൂടെ പാസ്സാവുകയാണ്. ശക്തമായ ആ ഒരു കരണ്ട് അടിച്ച് ആ മനുഷ്യൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഇത് കണ്ട് ഷാനും ബെന്നും ആനും നറ്റാലിയും വേഗം തന്നെ ബിൽഡിങ്ങിന് പുറകിലേക്ക് ഓടുന്നുണ്ട്. ഓൾറെഡി ആ ഭാഗത്തേക്ക് സ്കൈലർ വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരിയും, അതായത് നേരത്തെ പബ്ബിൽ അവന്റെ കൂടെ വന്ന ആ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ അവളും ഉണ്ടായിരുന്നു. എന്നാൽ ഒറ്റയ്ക്ക് ഓടാൻ സെൽഫിഷ് ആയിട്ട് പോയ സ്കൈലർ ഉണ്ടല്ലോ പിന്നാലെ വന്ന ആ ഒരു ഗേൾ ഫ്രണ്ടിനെ കൂട്ടാതെ തന്നെ ആ ഒരു ഡോർ അടച്ചു കളയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ആ പ്രകാശം അത് അവളുടെ കഴുത്തിൽ ചുറ്റി ഈ സ്കൈലർ നോക്കി നിൽക്കെ തന്നെ അവളെ ഭസ്മമാക്കി കളയാണ്. അവനാകെ പേടിച്ചു പോയി. അതായത് സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. എന്തായാലും പിന്നീട് അവിടുന്ന് ഓടി രക്ഷപ്പെടാണ്. ഇതേ നേരം തന്നെ ഷാനും ബെന്നും ആനും നറ്റാലിയും പബ്ബിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു ബേസ്മെന്റ് കാണുകയാണ്. ഇവരൊന്നും നോക്കിയില്ല. അതിനുള്ളിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ആ സാധനം ഇപ്പൊ വരും എന്നുള്ള ആ ഒരു പേടിയിൽ ആ ഡോറിലേക്ക് നോക്കിയാണ് ഇവർ ഇരിക്കുന്നത്. അപ്പൊ ആരും വന്ന് കതക് തട്ടുന്നുണ്ട്. ഈ സമയത്ത് നറ്റാലിയ വാതിൽ തുറക്കാൻ പോയപ്പോ ആനി പറയുന്നുണ്ട് തുറക്കല്ലേ എന്ന്. അപ്പോഴേക്കും നറ്റാലിയ പോയിട്ട് വാതിൽ തുറക്കുകയാണ്. തുറന്നപ്പോ അത് സ്കൈലർ ആയിരുന്നു. അവൻ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വാതിൽ നന്നായിട്ട് ലോക്ക് ചെയ്ത് ഇവർ 5 പേരും ആ ബേസ്മെന്റിൽ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് മുകളിൽ നിന്നും ഘോരമായ ശബ്ദങ്ങളും ആൾക്കാരുടെ നിലവിളിയും ഇതെല്ലാം ഇവർ കേൾക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോ നിശബ്ദമാകുകയാണ്, ശാന്തമാകുകയാണ്. മിക്കവാറും ആ ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ 2-3 ദിവസം അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ പിടിച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോ കഴിക്കാൻ ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ദിവസം എന്ന് വെച്ചാൽ ഈ ബേസ്മെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ ഇരിക്കുക. അതുകൊണ്ട് ഇത് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഷാനും ബെന്നും തീരുമാനിക്കുകയാണ്. എന്നാൽ സ്കൈലർ ഇതിനെതിർക്കുകയാണ്. പുറത്തേക്ക് പോയാൽ നമ്മളെല്ലാവരും മരിക്കും. അപ്പൊ ഷാനും ബെന്നും ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടുന്ന് പുറത്തേക്ക് പോവാതെ ഇവിടെ തന്നെ ഇരിക്കാനാ നിന്റെ പ്ലാനെങ്കിൽ ഉറപ്പായിട്ടും 2 ദിവസം കൊണ്ട് നീ മരിച്ചോളും. നമുക്ക് എന്തായാലും പുറത്ത് കിടക്കണം. നേരെ അമേരിക്കൻ എംബസിയിൽ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് ആൻ നറ്റാലിയ അവരുടെ ആ ഒരു ഫോൺ ഓൺ ആക്കാൻ നോക്കുമ്പോൾ ഒന്നും വർക്കാവുന്നില്ല. എന്തായാലും ആ ഒരു ബേസ്മെന്റ് വിട്ട് പുറത്തേക്ക്, അതായത് റോഡിലേക്ക് വന്ന് നോക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകണം. ജീവനുള്ള ഒരു ജീവിയെ പോലും അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഫുൾ ശാന്തമായി കിടക്കുകയാണ്. ഒരുപാട് തിരക്കുണ്ടായിരുന്ന ആ റോഡുകൾ മുഴുവൻ വളരെ ശാന്തമായിട്ട് ആളും അനക്കമില്ലാതെ ഒരുപാട് കാറുകളും കിടക്കുന്നുണ്ട്. എന്തായാലും ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. ഇവർ 5 പേരും പതിയെ മുന്നോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ റഷ്യക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവരോട് അമേരിക്കൻ എംബസിയിലേക്ക് പോകാനുള്ള വഴി ചോദിക്കുന്നുണ്ടെങ്കിലും ഭയം കാരണം അവർ ഓടിപ്പിച്ചു വിടുകയാണ്. ഇതിനുശേഷം 5 പേരും വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു സ്കൈലർ ഉണ്ടല്ലോ അവന് മാത്രമേ റഷ്യൻ ഭാഷ അറിയുള്ളൂ. അങ്ങനെ ഒരുവിധം വഴി കണ്ടുപിടിച്ച് ഇവർ പോകുമ്പോൾ ഇവർ പോകാൻ ഉദ്ദേശിച്ച ആ ഒരു പാലം അതിന്റെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ അത് രണ്ടായിട്ട് പൊട്ടി പിളർന്നു കിടക്കുകയാണ്. അതുവഴി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ ആൻ നെറ്റാലിയോട് പറയുന്നുണ്ട്, നമ്മൾ എന്തിനാ ഇവരുടെ കൂടെ പോകുന്നത്, നമുക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടെ. അപ്പൊ നെറ്റാലി പറയാണ്, ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് തന്നെ പോകണോ, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയണം. അതുപോലെ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിക്കൽ ഡിവൈസും ഒന്നും വർക്കാവുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവർ 5 പേരും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുരയ്ക്കുന്ന ഒരു പട്ടി അവർ കാണുന്നത്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു പോലീസുകാരന്റെ കാറ് കാണുന്നുണ്ട്. അപ്പൊ ബെന്നും ഷാനും പറയാണ്, ഞങ്ങൾ എന്തായാലും ആ കാറിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവരെ 3 പേരെയും അവിടെ നിർത്തിയിട്ട് ഷാനും ബെന്നും നേരെ ആ ഒരു പോലീസിന്റെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പോയി ആ ഒരു ഡിക്കി തുറന്നു നോക്കിയപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ ഈ സിറ്റിയുടെ ഒരു മാപ്പ്, അതുപോലെ തന്നെ കുറച്ചധികം ഫ്ലെയർ ഗൺസ് ഇതെല്ലാം ഇവർക്ക് കിട്ടുകയാണ്. ഇതേ നേരം ആ നായ വീണ്ടും കുരച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദൃശ്യമായിട്ടുള്ള ആ ശക്തി അങ്ങോട്ടേക്ക് വരികയാണ്. അല്പസമയം കൊണ്ട് തന്നെ ആ നായ ഭസ്മമായി തീരുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ ഷാനും ബെന്നും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇപ്പൊ ഷാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ബെന്നു പറയണത്, വേണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല നമ്മുടെ ആൻ നെറ്റാലിയ അതുപോലെ തന്നെ സ്കൈലർ ഇവരോട് 3 പേരോടും അവിടുന്ന് പെട്ടെന്ന് തന്നെ മാറാൻ പറയാണ്. എന്നിട്ട് ഒരു ഭയത്തിലാണ് ഷാനും ബെന്നും ആ കാറിന്റെ അരികിൽ ഇരിക്കുന്നത്. കാരണം ഇവർക്ക് നന്നായിട്ട് അറിയാം അദൃശ്യനായ ആ എതിരാളി ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അദൃശ്യനായിട്ടുള്ള ആ ഒരു ശക്തി അതെന്തായാലും എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. എന്തായാലും ഭൂമിയിലുള്ള സാധനമല്ല. അതുകൊണ്ട് തന്നെ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏലിയൻ എന്ന് പറയാം. അതിന്റെ ശരീരത്തിൽ നിന്നും എപ്പോഴും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അത് കണ്ടിന്യൂസ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്കൽ ഡിവൈസ് അതിന്റെ അടുത്തേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അത് ഓൺ ആകും. ഷാനും ബെന്നും ഇപ്പം നിൽക്കുന്നത് ഒരു പോലീസുകാരന്റെ അടുത്തല്ലേ. അതിന്റെ ആ ഒരു ലൈറ്റ് ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുകയാണ്. ശബ്ദം ഉണ്ടാകാൻ തുടങ്ങുകയാണ്.
തന്നെയാണ്. കാരണം ആ ഏലിയൻ ഇതിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഷാനും ബെന്നും കൂടെ കാറിന്റെ അടിഭാഗത്തേക്ക് പോവാണ്. അതായത് ഒരു പ്രത്യേകതരം കാഴ്ചയാണ് ഈ ഒരു ജീവിക്ക്. ഇതൊരു എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഏലിയൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കാഴ്ചയും അങ്ങനെയാണ്. നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അത് ചെറിയ രീതിയിലുണ്ട്. സോ ആ വേവുകൾ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ, അത് വെച്ചാണ് ഈ ജീവികൾ നമ്മളെ കാണുന്നത്. എന്തായാലും കാറിനടിയിലേക്ക് പോയത് കൊണ്ട് തന്നെ ഷാൻ ബെൻ രണ്ടുപേരും രക്ഷപ്പെട്ടു. ആ ഏലിയൻ അവിടുന്ന് പോയ പാട് തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും ചെല്ലുകയാണ്. ഇപ്പൊ നിലവിൽ ഇവരുള്ളത് തകർന്നു പോയ ഒരു മാളിന്റെ ഉള്ളിലാണ്. എന്തായാലും 5 പേരും ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ സ്കൈലറിന് നല്ല പേടി ഉണ്ടായതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഈ സ്വഭാവം കണ്ട ബാക്കിയുള്ളവർ പോലും പേടിച്ചു പോകട്ടോ. ഇതേ നേരം തന്നെ മറ്റൊരു കാര്യം കൂടെ ഇവർ കാണുന്നുണ്ട്. ഇത്രയും വലിയ ഈ മാളിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വന്നു നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ്. ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും ആ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ഷാനും ബെന്നും കൂടെ വീണ്ടും എങ്ങനെയെങ്കിലും നമുക്ക് എംബസിയിലേക്ക് പോകാന്ന് പറയണേ. എന്നാൽ സ്കൈലർ പറയണം അവിടെ പോയിട്ട് എന്തിനാ, നമ്മുടെ നാട്ടിലേക്ക് പോകാനോ? എടോ ഇവിടുത്തെ അവസ്ഥ തന്നെയായിരിക്കും നമ്മുടെ നാട്ടിലും. എന്നാൽ ബെൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഓക്കെ ഇവിടുത്തെ അവസ്ഥ തന്നെ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ 5 പേര് ഇവരെ സർവൈവ് ചെയ്തില്ലേ, അതുപോലെ നമ്മുടെ നാട്ടിലും കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ നാട്ടിൽ പോകുന്നതല്ലേ. ഓക്കെ എന്തായാലും എന്നാ പിന്നെ അമേരിക്കൻ എംബസിയിലേക്ക് പോകാം. പക്ഷെ പോകുന്ന വഴിയിൽ ആ ജീവി വരുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അത് വന്നാൽ തന്നെ അതിനെ കാണാൻ കഴിയില്ല. എന്നാൽ ഒരു വിദ്യയുണ്ട്, എനർജി ബേസ്ഡ് ഏലിയൻ ആയതുകൊണ്ട് തന്നെ അതൊരു സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ എവിടെയും കണക്ട് ചെയ്യാതെ വെറുതെ ഒരു ബൾബ് പിടിച്ചാൽ മതി, ആ ബൾബ് അങ്ങ് കത്തിക്കോളും. പക്ഷേ ഈ പകൽ നേരത്തെ പോകുന്നത് അത്ര ബുദ്ധിയല്ല, രാത്രിയാവുന്നതുവരെ കാത്തിരിക്കാം. അതുപോലെ എല്ലാവരുടെ കയ്യിലും ബൾബ് കൊടുത്തു. അങ്ങനെ രാത്രി ഇവരെല്ലാവരും പോകാൻ നിൽക്കുകയാണ്. അതിനു മുന്നേ ഷാൻ അതുപോലെ തന്നെ നെറ്റാലിയ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വസ്ത്രം മാറണമെന്നുണ്ട്. ഭയങ്കരമായിട്ട് ഡ്രസ്സ് മുഷിഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു മാളാണല്ലോ, അപ്പൊ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഇവര് രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ ഒട്ടും തന്നെ വെളിച്ചമില്ലാതിരുന്ന ആ വലിയ മാളുണ്ടല്ലോ, അതിന്റെ പല ഭാഗത്തെയും ലൈറ്റുകൾ കത്താൻ തുടങ്ങുകയാണ്. അതിനർത്ഥം എന്താണ്, ആ ഏലിയൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ലൈറ്റ് കത്തുന്നത്. ആകെ പേടിച്ചു പോയ ഷാൻ നറ്റാലിയ എന്ത് ചെയ്യണമെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. ഈ ഡ്രസ്സെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാവ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ അവിടെ അനങ്ങാത്തതുപോലെ തന്നെ ഷാൻ നിൽക്കുകയാണ്. എന്നാൽ ഷാൻ അറിയില്ലല്ലോ അവരുടെ ശരീരത്തിന്റെ ഉള്ളിലെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വെച്ചാണ് ഈ ജീവി കാണുന്നതെന്ന്. ഇനി ആ പാവയെ പോലെ എന്നല്ല, മറ്റേത് രീതിയിൽ അവൻ ഒളിച്ചിരുന്നാലും ആ ജീവിക്ക് അവനെ കാണാൻ കഴിയും. എന്നാൽ അവന്റെ അടുത്തുകൂടെ ആ ഒരു പ്രകാശം പോവുകയെന്നല്ലാതെ അവനത് കാണുന്നില്ല. പ്രകാശം എന്ന് വെച്ചാൽ ആ ഏലിയൻ ആ പ്രകാശത്തിന്റെ രൂപത്തിലാണ്, അതിനെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റില്ല. എന്നാൽ തന്നെ ഒന്നും ചെയ്യാതെ പോയ ആ ഒരു ഏലിയനെ കണ്ട് ഷാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. എന്തായിരിക്കും അതിന്റെ കാരണം? പിന്നീടാണ് ഷാൻ ആ കാര്യം മനസ്സിലായത്. അവന്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ആ ഗ്ലാസ് അതൊരു മറയാണ്. ആ ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അവനെ ആ ഏലിയന് കാണാൻ കഴിഞ്ഞില്ല. ഇത് അതിന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മനസ്സിലായി ഷാൻ വേഗം തന്നെ നെറ്റാലിയും കൂട്ടിയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി ഈ കാര്യം പറയാണ്. അതായത് ഈ ജീവികൾ കാണുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വഴിയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രിസിറ്റി അതിന്റെ ആ ഒരു പാസേജ്, ആ പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് ആ ജീവികൾക്ക് നമ്മളെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ ജീവികളുടെ ശാരീരിക പ്രവർത്തനം അതുപോലെ തന്നെ, അതായത് ഈ വന്നിരിക്കുന്ന ഏലിയൻ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏലിയൻ ആണ്. ഭൂമിയിലേക്ക് വന്ന പാട് തന്നെ ഈ ഏലിയൻസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ഇലക്ട്രോണിക്കൽ ഡിവൈസിനെയും നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ യാതൊരു ഇലക്ട്രോണിക്കൽ ഡിവൈസും അത് നിലനിൽക്കുന്നില്ല. ഷാൻ ഈ കാര്യമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി, കാരണം ആളൊരു സയന്റിസ്റ്റ് ആണ്. എന്തായാലും ആ രാത്രിയിൽ ഇവർ കുറച്ചു ദൂരം സഞ്ചരിച്ചുകൊണ്ട് അവസാനം എംബസിയിലേക്ക് എത്തുകയാണ്. വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. വിചാരിച്ചതുപോലെ തന്നെ ആകെ തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങും അവിടെ ആരുമില്ല. പിന്നീട് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് സ്കൈലർ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ ഉള്ളിലേക്ക് പോയിട്ട് വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഷാനും ബെന്നും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം, സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കണ്ടേ. അതുപോലെ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറിയിട്ട് ചുറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ എന്നൊന്ന് നിരീക്ഷിക്കാലോ എന്ന് ഇതിന് വലിയ താല്പര്യം ഇല്ലാതിരുന്ന ഈ സ്കൈലർ ഉണ്ടല്ലോ, ഞാൻ പോവാ നിങ്ങൾ എന്താ ചെയ്തോ എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഇതൊരു അമേരിക്കൻ എംബസി ആണല്ലോ, ഉള്ളിലേക്ക് പോയ സമയത്ത് ഇവർക്കൊരു മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ നാട്ടിലെ ചില ഏരിയകൾ സ്പോട്ട് ചെയ്തിട്ട് അവിടെ വട്ടമിട്ട് ചില നമ്പറുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ നമ്പർ എന്നൊന്നും നോക്കി നിൽക്കുന്ന ഈ ഷാനോ ബെന്നോ ആനോ നെറ്റാലിയക്കോ 4 പേർക്ക് മനസ്സിലാകുന്നില്ല. അതേ നേരം നെറ്റാലിയ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറി എടുത്തു കൊണ്ടുവരികയാണ്. ഇവിടെ നടന്ന സംഭവങ്ങൾ ഏകദേശമൊക്കെ ആ ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഈ ഭൂമിയിൽ നടക്കുന്നത് ഒരു ഏലിയൻ അറ്റാക്കാണ്. ഭൂമിയിലുള്ള ഒരൊറ്റ ഇലക്ട്രോണിക്കൽ ഡിവൈസ് പോലും ഇപ്പൊ വർക്കിംഗ് അല്ല, എല്ലാം അവര് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള മിസൈലുകളോ ബാക്കിയുള്ള വെപ്പൺസോ ഒന്നും ഇപ്പൊ നിലവിൽ ആക്റ്റീവ് അല്ല. ആകെ വർക്കിംഗ് കണ്ടീഷൻ ഉള്ളത് സബ്മറൈൻസ് ആണ്, അതായത് മുങ്ങിക്കപ്പൽ, അതിലുള്ള വെപ്പൺസ് ആണ്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ ഏലിയൻസിന് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഈ ഏലിയൻസ് അതൊരു പ്രത്യേകതരം ഷീൽഡിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവറ്റകളെ നമുക്ക് കാണാൻ കഴിയാത്തത്. ആ ഷീൽഡാണ് ഇതുവരെയായിട്ടും നമ്മുടെ ഭൂമിയിലെ പട്ടാളക്കാർക്ക് തകർക്കാൻ പറ്റാത്തത്. എന്താണ് അത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതിന്റെ പുറമെ നേരത്തെ ആ മാപ്പിൽ വട്ടമിട്ട് എഴുതി വെച്ച ആ ഒരു നമ്പർ അതെന്താണെന്നും ഇവർക്ക് മനസ്സിലായി കേട്ടോ. അതായത് ആ വട്ടമിട്ട സ്ഥലം ഉണ്ടല്ലോ മാപ്പിൽ, അവിടെ നിലവിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് ആ നമ്പേഴ്സ്. ഇതേ നേരം തന്നെ ഒരു ഇരുമ്പ് കൂട്ടിന്റെ ഉള്ളിൽ വെച്ച ഒരു വാക്കി ടോക്കി ഇവർ കാണുന്നുണ്ട്. എന്തിനായിരിക്കും അതിനെ ആ ഒരു കൂട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവുക? ഇതൊരു ഇലക്ട്രോണിക്കൽ ഡിവൈസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു ഏലിയൻസ് ഇത് കണ്ടുപിടിച്ച് ഇതിന്റെ അടുത്തേക്ക് വരാതിരിക്കാനാണ്. എന്തായാലും ആ കൂട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ മിഷൻ ഓൺ ആക്കിയ സമയത്ത്
സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് റഷ്യൻ ഭാഷയിൽ എന്തോ മെസ്സേജുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റഷ്യൻ ഭാഷ ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനുശേഷം ആ വലിയ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് ഇവർ കയറി നോക്കുമ്പോൾ മോസ്കോ ആ നഗരം മുഴുവനായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ഭൂമി അറ്റാക്ക് ചെയ്യുന്ന ഈ ഏലിയൻസ് ഭൂമിയുടെ പല ഭാഗത്തായിട്ട് വലിയ വലിയ കുഴികൾ ഉണ്ടാക്കുകയാണ്. അതായത് ഈ ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യരെയോ ബാക്കിയുള്ള ജീവികളോ വെറുതെ അങ്ങ് വേട്ടയാടുകയല്ല ചെയ്യുന്നത്. പകരം അവറ്റകൾക്ക് എന്തോ വലിയൊരു ലക്ഷ്യം തന്നെയുണ്ട്. ഈ സമയത്ത് താഴെ നിന്നും ഈ ഗൺ ഫയർ ചെയ്യുന്ന ശബ്ദം കേട്ട് നേരെ അങ്ങോട്ടേക്ക് ഇപ്പൊ ഷാനും ബെന്നും നോക്കിയപ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല, ഭയം കാരണം സ്കൈലർ എന്തിനെയോ ഷൂട്ട് ചെയ്തതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് അവനെ രക്ഷപ്പെടുത്തുന്നത് ഷാനും ബെന്നും പറഞ്ഞപ്പോൾ ആനും നെറ്റാലിയും ചോദിക്കുകയാണ് അതിന്റെ ആവശ്യം എന്താ? ആവശ്യമുണ്ട്, കാരണം ഈ വാക്കി ടോക്കിയിൽ പറയുന്ന റഷ്യൻ ഭാഷ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവനാണെങ്കിൽ അത് നന്നായിട്ട് അറിയാം. എത്രയും പെട്ടെന്ന് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഷാനും ബെന്നും നേരെ താഴേക്ക് പോവാണ്. അവര് താഴേക്ക് പോയപ്പോൾ നെറ്റാലിയ മുകളിൽ നിന്നും ഒരു ബൈനോക്കുലർ ഉപയോഗിച്ച് താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഷാൻ, ബെൻ അതുപോലെ തന്നെ സ്കൈലർ ഇവര് നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ ആ ഒരു ഏലിയൻ അതിന്റെ ആ ഒരു വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ വാണിംഗ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് ഷാനോ, ബെന്നോ, സ്കൈലറോ ആരും കേൾക്കുന്നില്ല. ഇതേ നേരം തന്നെ ഷാനും ബെന്നും കൂടെ സ്കൈലറിന്റെ അടുത്തേക്ക് വന്നു. നീ എന്ത് ഭ്രാന്ത ഇവിടെ വെച്ച് കാണിക്കുന്നതെന്ന് സ്കൈലറോട് ചോദിച്ചപ്പോൾ സ്കൈലർ പറയണം, നിങ്ങൾ ആ ബിൽഡിംഗ് കണ്ടോ? അവിടെ ഒരു വെളിച്ചം കണ്ടോ? ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം. എന്നാൽ അപ്പൊ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും നടുവിലേക്ക്, അതായത് ഷാനും ബെന്നും ഒരു ഭാഗത്ത് അതുപോലെ സ്കൈലർ ഒരു ഭാഗത്ത്, ഇവരുടെ നടുവിൽ ആ ഏലിയൻ വന്ന് നിൽക്കുകയാണ്. വേറൊരു വഴിയില്ല. സ്കൈലർ പറയണം, നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടോ, ഞാൻ ഇതിനെ നോക്കിക്കോളാം. കയ്യിലുള്ള ആ ഒരു ഗൺ ഉപയോഗിച്ച് സ്കൈലർ അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഷീൽഡിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ആ ജീവിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അധികം വൈകാതെ സ്കൈലറിനെയും ആ ഒരു ജീവി പിടിക്കുകയാണ്, അവനെ ഭസ്മമാക്കി കളയാണ്. ഈ ഗ്യാപ്പിൽ ഭയം കാരണം ഷാനും ബെന്നും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ അവരുടെ അടുത്തേക്ക് ആനും നറ്റാലിയും വരികയാണ്. വരുന്ന സമയത്ത് തന്നെ നറ്റാലിയ ആ കോട്ടിന്റെ ഉള്ളിൽ നിന്ന് വാക്കി ടോക്കി ഓഫ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് എടുത്തായിരുന്നു. അതുപോലെ ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഷാന് പറയാണ്, അവൻ കാണിച്ചു തന്ന ആ ഒരു ബിൽഡിംഗ് കണ്ടോ, അവിടെ എന്തോ ഒരു വെളിച്ചുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നു പറയണം. എന്നാൽ ബെന്നി പറയണം, എടാ വേണ്ട, അപകട. പക്ഷേ ഷാൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇത്രയും ആൾക്കാർ ഈ നഗരത്തിൽ മരിച്ചു പോയിട്ട് അവിടെ ഒരു വെളിച്ചുണ്ടെങ്കിൽ അവിടെ ഒരാൾ സർവൈവ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അതിജീവിക്കാനായിട്ട് അയാളുടെ കയ്യിൽ എന്തോ ഒരു ട്രിക്ക് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ആ ഒരു ബിൽഡിംഗിലേക്ക് എത്തുകയാണ്. പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ഒരു ലേഡി ചാടി വീഴുന്നുണ്ട്. അവര് ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. ഒരു റഷ്യക്കാരിയാണ്, അവളുടെ പേര് വിക്ക എന്നാണ്. ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് ഈ വിക്ക. എന്തായാലും ഇവരെ കണ്ട സമയത്ത് വാ നമുക്ക് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് വിക്ക ഇവരെ 4 പേരെയും നേരെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ തന്നെ കണ്ടാൽ ഒരു പ്രാന്തനെ പോലെ തോന്നുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇയാളുടെ പേരാണ് സെർജി. സെർജി ഇപ്പൊ നിൽക്കുന്നത് ഒരു പ്രത്യേകതരം ഇരുമ്പിന്റെ കൂട്ടിലാണ്. കണ്ടാൽ ജയില് പോലെ തോന്നും. എന്തായാലും വേഗം ഇവരെല്ലാവരെയും അതിന്റെ ഉള്ളിൽ കയറ്റി അതിവേഗത്തിൽ കഥ കടക്കുകയാണ്. ഈ സെർജിയോ നല്ല ഒരു ഒന്നാം തരം ഇലക്ട്രീഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് വന്ന ഈ ഏലിയൻ അതൊരു എനർജി ബേസ്ഡ് ഏലിയൻ ആണെന്നും അവറ്റകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യവും ഈ ഒരു സെർജിയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ഈ ജയില് പോലെ തോന്നിക്കുന്ന ഈ കൂട്. ഇതിന്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഏലിയൻസിന് ഇവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനിയിപ്പോ ഇവിടെ വെളിച്ചമാണെങ്കിലും ഇരുട്ടാണെങ്കിലും എന്ത് തന്നെ ആയാലും ഏലിയൻസിന് ഇവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെട്ട് കൂട്ടിന്റെ ഉള്ളിലേക്ക് കയറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ്. ഈ സമയത്ത് വാക്കി ടോക്കിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആ സന്ദേശം അത് റഷ്യനിലാണല്ലോ. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് വിക്കിയോട് ചോദിച്ചപ്പോൾ അവള് അർത്ഥം മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവിടെ തന്നെ ചില ഭാഗങ്ങളിലായിട്ട് ചില സബ്മറൈൻസ് അതിപ്പോഴും ഉണ്ട്, അതായത് മുങ്ങിക്കപ്പൽ. ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാൻ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ സെർജിയോയ്ക്ക് അറിയാം. പക്ഷെ അങ്ങോട്ടേക്ക് ഈ പകൽ സമയത്ത് പോകുന്നത് അത്ര നല്ലതല്ല, രാത്രി പോകുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് രാത്രി പോകുമ്പോൾ അവറ്റകൾ വരുമ്പോൾ നമുക്ക് കാണാനെങ്കിലും പറ്റുമല്ലോ അവരുടെ ദേഹത്തെ ആ ഒരു വെളിച്ചമുള്ളത് കൊണ്ട്. എന്തായാലും കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. പക്ഷേ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത് വിക്കയാണ്. വിക്ക പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങളും വരാന്ന് പറഞ്ഞിട്ട് ആനും നറ്റാലിയും കൂടെ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഡോറ് മര്യാദക്കൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ആനോടാ പറയുന്നത്. എന്നാൽ പെർഫെക്റ്റ് ആയിട്ടല്ലായിരുന്നു അവൾ ആ ഒരു ഡോറ് ക്ലോസ് ചെയ്തത്. ഒരു ഇച്ചിരി അത് തുറന്നു കിടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ കൂട്ടിന്റെ ഉള്ളിൽ ഇപ്പോൾ നിൽക്കുന്ന ഷാൻ, ബെൻ ഇവർക്ക് രണ്ടുപേർക്കും ഈ സെർജിയോ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. സെർജിയോ കണ്ടുപിടിച്ച ഒരു ഗണ്ണ്. ഈ ഏലിയൻസിനെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ അവറ്റകളെ അറ്റാക്ക് ചെയ്യാനോ പറ്റാത്തതിന്റെ പ്രധാന കാരണം എനർജി കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ഷീൽഡ് അവർക്ക് ചുറ്റുമുണ്ട്. ഈ ഗണ്ണ് ഉപയോഗിച്ച് അവറ്റകളെ കൊല്ലാനൊന്നും പറ്റില്ല, പക്ഷെ അവരുണ്ടാക്കി വെച്ച ആ ഒരു ഷീൽഡിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെർജിയോ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം കൂടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഏലിയൻസ് അതിലെല്ലാമല്ല ചിലത്, അതായത് ഒന്നിൽ നിന്നുമാണല്ലോ വിഘടിച്ച് വേറെ ഉണ്ടാകുന്നത്. അങ്ങനെ ചില ഏലിയൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. അപ്പോ അതിലേതെങ്കിലും ഒരു ഏലിയന് ഒരു അപകടം സംഭവിച്ചാൽ ബാക്കിയുള്ള ഏലിയൻസിനും അത് പ്രശ്നം വരുത്തും. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പവർ ഷെയർ ചെയ്യുന്നുണ്ട്. സെർജിയോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫുഡ് എടുക്കാനായിട്ട് പുറത്തേക്ക് പോയ വിക്ക ആൻഡ് നെറ്റാലിയ ഇവരെ 3 പേരെയും ഏലിയൻ സ്പോട്ട് ചെയ്യാണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു 3 വെളിച്ചം പോലെ ഇവരെ 3 പേരെയും ഏലിയൻസ് കണ്ടു കഴിഞ്ഞു. അത് ഇവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ 3 പേരും രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്നാൽ വിക്കയെ കൂട്ടാതെ തന്നെ ആൻഡ് നെറ്റാലിയ ഇവർ ഓടി മുകളിലേക്ക് എത്തി ആ കൂട് അത് മര്യാദക്കൊന്ന് ക്ലോസ് പോലും ചെയ്യാതെ ഉള്ളിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയുടെ ടേബിൾ ഉണ്ട്, ഇത് ചെരിച്ചു വെച്ച് ഇതിന്റെ പിന്നിൽ പോയിട്ട് ഒളിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഏലിയൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു. ആ ഒരു ഇരുമ്പിന്റെ കൂട് ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് അതിന്റെ ഉള്ളിലേക്ക് വരാൻ പറ്റി. എന്തായാലും പെട്ടു എന്ന് ഈ സെർജിയോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു ഗണ്ണുണ്ടല്ലോ അത് പരീക്ഷിക്കാം
എന്ന് വിചാരിച്ച് നേരെ അതിനു നേരെ ഷൂട്ട് ചെയ്യാണ്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്താണ് ശരിക്കും ഈ ഏലിയൻസ് എന്ന് അവ്യക്തമായ രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. സെർജിയോ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷീൽഡ്, ഒരു പ്രത്യേകതരം ഷീൽഡ്, അതിന്റെ ഉള്ളിലാണ് ആ ഒരു ഏലിയൻ ഇരിക്കുന്നത്. എന്നാൽ ഈ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ആ ഏലിയന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പകരം ആ ഷീൽഡിനെ കുറച്ചു നേരത്തേക്ക് ഒന്ന് പ്രവർത്തനരഹിതമാക്കി വെക്കാം. എന്തായാലും താൻ കണ്ടുപിടിച്ച ഈ ഒരു വെപ്പൺ അത് സക്സസ് ആണെന്ന് മനസ്സിലായപ്പോൾ സെർജിയോ ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഏലിയൻ ആ മനുഷ്യനെ കൊന്നുകളയുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ. ഷാൻ, ബെൻ രണ്ടുപേരും രക്ഷപ്പെടാനായിട്ട് താഴേക്ക് ഒരു ഫയർ എക്സിറ്റ് കാണുന്നുണ്ട്. അതിലൂടെ എടുത്തു ചാടാനായിട്ട് ആനിയും നെറ്റാലിനെയും വിളിക്കുന്നുണ്ടെങ്കിലും ആനിന് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ അവൾ വരാൻ കുറച്ചൊരു മടി കാണിക്കുകയാണ്. ഭയം കാരണം. എന്നാൽ ആ ഭയം തന്നെ അവളുടെ മരണത്തിന് കാരണമായി എന്ന് പറയാലോ. എല്ലാവരും പോയപ്പോൾ അവൾ കുറച്ച് സ്ലോ ആയി പോയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നിൽ നിന്നും അവളെ ആ ഒരു ഏലിയൻ പിടിക്കുന്നുണ്ട്. അധികം വൈകാതെ അവളും ഭസ്മമായി തീരുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഏലിയൻസ് പിടിക്കുന്ന സമയത്ത് ഇത്രത്തോളം പെട്ടെന്ന് നമ്മൾ മനുഷ്യരും ബാക്കിയുള്ള ജീവികളൊക്കെ ചാരമായി പോകുന്നത്? കാരണം അത് നമ്മുടെ ദേഹത്തേക്ക് തരുന്ന അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി കാരണമാണ്. അതായത് ഈ ഏലിയൻസ് അത്യാവശ്യം അഡ്വാൻസ് ആയിട്ടുള്ള ടീം തന്നെയാണ്. വലിയ വലിയ ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ട്. എന്തായാലും ഇവര് മൂന്നുപേരും, ഷാനും ബെന്നും നെറ്റാലിയും രക്ഷപ്പെട്ട് താഴേക്ക് വന്നപ്പോൾ അവിടെ വിക്ക ഉണ്ടായിരുന്നു. അവൾക്കൊന്നും പറ്റിയില്ല. അങ്ങനെ ഇവര് 4 പേരും കൂടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ഇവരുടെ മുന്നിലേക്ക് പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ച കുറച്ച് ആളുകൾ വരുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം സോൾജേഴ്സ് ആണ്. അവരുടെ ദേഹത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അത് ആ ഒരു ഏലിയൻസ് കാണാതിരിക്കാനായിട്ട് ഒരു പ്രത്യേകതരം സ്യൂട്ട് എല്ലാം അവർ ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഷാൻ, ബെൻ ഇവരുടെ പിന്നാലെ വന്ന ആ ഒരു ഏലിയനെ ഈ പട്ടാളക്കാർ കാണുകയാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഗൺ ഇതെല്ലാം ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊന്നും സംഭവിക്കുന്നില്ല. വലിയൊരു ബ്ലാസ്റ്റ് തന്നെ അവിടെ നടന്നിട്ടും ആ ഏലിയന്റെ ഷീൽഡിൽ നിന്നും ഒരു കഷ്ണം പൊട്ടി ഇങ്ങോട്ടേക്ക് തെറിച്ച് വീഴുകയല്ലാതെ വേറൊന്നും പറ്റുന്നില്ല. ആ പീസ് ഇപ്പോൾ ഷാൻ എടുത്ത് നോക്കുകയാണ്, ഇതെന്ത് സാധനം എന്ന രീതിയിൽ. ഇതേ നേരം തന്നെ പട്ടാളക്കാർ പറയുന്നുണ്ട്, എന്ത് തന്നെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇപ്പൊ കണ്ടില്ലേ, അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ, അവറ്റകളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല ഇപ്പൊ അതൊറ്റനായതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടതാണ്. അതിനു പകരം 2 or 3 ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യമെല്ലാം തീരുമാനമായേനെ. അതായത് പട്ടാളക്കാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തായാലും ഇതിനുശേഷം ഇവരെല്ലാവരും കൂട്ടിയിട്ട് ഈ പട്ടാളക്കാർ അവരുടെ ക്യാമ്പിലേക്ക് പോകണം. അവിടെ അത്യാവശ്യം സുരക്ഷിതമാണ് കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന കമാൻഡർ പറയാണ്, നിങ്ങൾ ഇനി എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി, അതാണ് സേഫ്. എന്നാൽ ഷാനും ബെന്നും പറയുന്നത്, ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഒരു സബ്മറൈൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് രക്ഷപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇത് കേട്ടപ്പോൾ കമാൻഡർ പറയാണ്, വെറുതെ വിഡ്ഢിത്തരം ചെയ്യല്ലേ, അങ്ങനെയൊന്നും അവിടെ ഉണ്ടാവില്ല, എല്ലാവരും മരിച്ചു കഴിഞ്ഞു, ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് വീണ്ടും വീണ്ടും ഈ ഒരു കമാൻഡർ പറയുമ്പോൾ ഷാനും ബെന്നും ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ, എത്ര ദിവസം ഈ ഒരു ക്യാമ്പിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും? കുറച്ച് നാളുകൂടെ, അത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെയും അവർ അറ്റാക്ക് ചെയ്യും. അതിനും നല്ലത് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ തോൽപ്പിക്കാനുള്ള ഒരു വഴി അത് നമ്മൾ കണ്ടെത്തുകയല്ലേ. ഇപ്പൊ തൽക്കാലം അതിന് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, അതായത് ആ ഒരു മുങ്ങിക്കപ്പലിന്റെ അടുത്തേക്ക്. പിന്നീട് കമാൻഡർ വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, എന്തായാലും നേരെ പോകാൻ പറ്റില്ല, ചുറ്റി വളഞ്ഞു പോകണം, ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും, അത്ര എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് പോകാനും കഴിയില്ല, 5 or 6 ദിവസം എടുത്തേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ, എന്തായാലും ഞങ്ങൾ പോവും എന്ന് തന്നെ ഷാനും ബെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമാൻഡറോട് ഇവർ മറ്റൊരു കാര്യം കൂടെ പറയാണ്, നിങ്ങളൊക്കെ സോൾജേഴ്സ് അല്ലേ, ധൈര്യം കാണിക്കേണ്ടവരല്ലേ, നിങ്ങൾ തന്നെ ഇങ്ങനെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത് അത്ര നല്ല കാര്യമാണോ, ധീരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കേട്ടപ്പോൾ കമാൻഡർക്ക് എന്തുപോലാവുകയാണ്. ചെറിയ പിള്ളേരിങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം. എന്തായാലും 4 പേരും അവരവിടുന്ന് പോവുകയാണ് കേട്ടോ. കൂടെ തന്നെ ആ ഒരു സെർജി ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഗണ്ണും ഷാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് പോകുന്ന സമയത്ത് കമാൻഡർ പറയാണ്, പിള്ളേരെ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും കൂടെ വരാമെന്ന്. ഇപ്പൊ കമാൻഡറും വേറൊരു 4-5 പട്ടാളക്കാരും കൂടെ ഇവരുടെ കൂടെ പോവാണ്. അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ, അതിലൂടെ നമുക്ക് പോവാന്ന് പറയണം. ഇനി ഇവർ പോകുന്ന ഭാഗം അത് സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെറിയ ചെറിയ ബൾബുകൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് ആ ഒരു സ്റ്റേഷന്റെ ഒരു ഭാഗത്തേക്ക് അങ്ങ് വിതറിയിടുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ നിലത്തേക്കിട്ട ആ ബൾബുകൾ മുഴുവനായിട്ട് കത്താൻ ആരംഭിക്കുകയാണ്. അതായത് അവിടെയുമുണ്ട് ആ ഏലിയൻസ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ വിക്ക, അവൾ എങ്ങനെയൊക്കെയോ ആ ഒരു ജീവിയുടെ കയ്യിൽ പെടാനായിട്ട് പോവുകയാണ്. അതിന്റെ ആ ഒരു എനർജിയുടെ വലയങ്ങളുണ്ടല്ലോ, അത് ഓരോ ആൾക്കാരെയും അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളെ ടച്ച് ചെയ്ത് വരികയാണ്. അധികം വൈകാതെ ആ ഏലിയൻ വിക്കയെ പിടിക്കും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ബെന്ന് ഒച്ചയുണ്ടാക്കി നേരെ മുന്നിലേക്ക് ചാടുകയാണ്, അതായത് വിക്കയെ രക്ഷപ്പെടുത്താനായിട്ട്. ഷാൻ ഒരുപാട് തവണ തടുത്തെങ്കിലും അതിനു മുന്നേ ബെൻ ചാടിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആ ഏലിയൻ അവനെ പിടിക്കുകയാണ്. അല്പനേരം കൊണ്ട് ബെന്നിനെ ഭസ്മമാക്കി കളയാണ്. പാവൻ ഷാൻ ഉറ്റ ചങ്ങാതിയാണ് പോയിരിക്കുന്നത്, നോക്കി നിൽക്കാൻ മാത്രമേ അവനെ കൊണ്ട് പറ്റിയുള്ളൂ. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് ഇവർ പുറത്തേക്ക് കിടക്കുകയാണ്. ഒരു ചെറിയ തടാകത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു ചെറിയ ബോട്ട് ഇവർ കാണുന്നുണ്ട്. എന്തായാലും അതിലേക്ക് ഇവർ കയറുന്നുണ്ട്. അവർ പറഞ്ഞ വഴിക്കൊന്നുമല്ല ബോട്ട് പോകുന്നത്, ബോട്ട് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. സോ അതിലേക്ക് ഇവർ കയറിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ ബോട്ട് ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ആ സമയത്താണ് എന്തിനാണ് ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നത് എന്ന് അവർക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയ മിഷീൻ. ആ മിഷീനിൽ നിന്നും വരുന്ന അതിതീവ്രമായിട്ടുള്ള ആ ഒരു എനർജിയിൽ ഭൂമിയിലേക്ക് വലിയ കുഴി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ കുഴിയിൽ നിന്നും ഭൂമിയുടെ ഉള്ളിൽ നിന്നും മിനറൽസ്, മെറ്റൽസ് ഇതെല്ലാം അവറ്റകൾ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനായിട്ട്. അതായത് ഈ ഭൂമി നശിച്ച് ഇല്ലാതാവുന്നത് വരെ അവർ ഈ എനർജി എടുത്തുകൊണ്ടേയിരിക്കും. അവസാനം നമ്മുടെ ഭൂമിയെ ഒരു ചണ്ടിയാക്കിയിട്ട് ഇതിനെ നശിപ്പിച്ച് അവർ പോവുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും മനുഷ്യർക്ക് ജീവിക്കാൻ
രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ ഭൂമി ആക്കുകയും ചെയ്യും. അതായത് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിന്നിട്ട് യാതൊരു കാര്യമില്ല. ഈ ഏലിയൻസിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഭൂമിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്നാൽ ഇതേ നേരം തന്നെ ഇവർ തേടി വന്ന ആ ഒരു മുങ്ങിക്കപ്പൽ ഇവർ കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് അത് തകർന്ന് വെള്ളത്തിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ബോട്ട് ആടി ഒലഞ്ഞ് അവസാനം അത് തകിടം മറിഞ്ഞ് വീഴുന്നുണ്ട്. ഒരു വിധത്തിൽ എല്ലാവരും നീന്തി ആ മുങ്ങിക്കപ്പൽ അതിന്റെ അടുത്തേക്ക് വന്നു നോക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന നറ്റാലിയെ കാണാനില്ല. തിരക്കിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുന്ന സമയത്ത് ആരൊക്കെ കയറി ആരൊക്കെ കയറിയിട്ടില്ല എന്ന് ഇവരാരും നോക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഷാൻ ആ ഒരു കാര്യം മനസ്സിലാക്കിയത്. എത്രയും പെട്ടെന്ന് തന്നെ നറ്റാലിയെ രക്ഷപ്പെടുത്താൻ അവളുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ സബ്മറൈൻ ഉണ്ടല്ലോ മുങ്ങിക്കപ്പൽ, ഇതിന്റെ ക്യാപ്റ്റൻ പറയണം, ഓ നമുക്ക് അതിനുള്ള സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയണം. എന്നാൽ ഷാൻ പറയണം, പറ്റില്ല, അവൾ എന്തായാലും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും, നമുക്ക് അവളെ രക്ഷപ്പെടുത്തണം. അങ്ങനെ അവസാനം ഇവരെല്ലാവരും സമ്മതിക്കുകയാണ്. പക്ഷേ കുറച്ചു നേരം ഒന്ന് സേഫ് ആയിട്ട് വാ, നമുക്ക് കപ്പലിന്റെ ഉള്ളിലിരിക്കാം, അതുപോലെ വെപ്പൺസും റെഡിയാക്കാന്ന് പറയണം. അങ്ങനെ കപ്പലിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവർ കൊണ്ടുവന്ന സെർജി ഉണ്ടാക്കിയ ആ ഒരു വെപ്പൺ ഇവരെല്ലാവരും നോക്കുന്നുണ്ട്. ഇത് ശരിക്കും വർക്കാവോ ഇല്ലയോ എന്ന് പോലും ഇവർക്ക് അറിയില്ല. പക്ഷെ ഷാൻ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അതായത് ഒരുപാട് എനർജി ഈ ഗണ്ണിന് ഉപയോഗിക്കാൻ പറ്റണം, ബാറ്ററി ഒന്ന് മാറ്റണം, അതുപോലെ ചില മാറ്റങ്ങൾ അതിൽ ഇവർ വരുത്തുന്നുണ്ട്. എന്നിട്ട് കമാൻഡറും അദ്ദേഹത്തിന്റെ കൂടെ വന്ന പട്ടാളക്കാരും അതുപോലെ തന്നെ ഷാനും നേരെ ഇപ്പോൾ നറ്റാലിയെ തേടി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ സെൽഫോൺ അത് അവർ ഓരോ വഴിക്ക് ഇട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആ സെൽഫോൺ ഇട്ട സമയത്ത് അത് ചെറുതായിട്ട് ഓൺ ആവുകയാണ്. അതിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങി. അതായത് ഏലിയൻസ് അടുത്തെത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഏലിയനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഷാൻ ആ ഒരു ഗൺ റെഡിയാക്കി അതിന് നേരെ ഫയർ ചെയ്യാൻ നിൽക്കുമ്പോൾ ഗണ്ണ് വർക്കാവുന്നില്ല. ആകെ കുടുങ്ങിപ്പോയ ഒരവസ്ഥ. ബാക്കിയുള്ള പട്ടാളക്കാർ അതിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഷാൻ ആ ഒരു ഗണ്ണ് റെഡിയാക്കി ഏലിയൻസിന് നേരെ ഒരേറ്റ ഷൂട്ട് ചെയ്യലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗണ്ണ് ഉപയോഗിച്ച് ഈ ഏലിയനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതിന്റെ പുറത്തുള്ള ആ ഒരു ഷീൽഡ് ഉണ്ടല്ലോ അതിനെ കുറച്ചു നേരം ഇനാക്റ്റീവ് ആക്കാൻ പറ്റും, അതായത് പ്രവർത്തനരഹിതമാക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ഷീൽഡ് അത് പ്രവർത്തിക്കാതായപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഏലിയൻസിനെ ഇവർക്ക് കാണാൻ പറ്റി. അപ്പൊ തന്നെ കമാൻഡറും ബാക്കിയുള്ള പട്ടാളക്കാരും കൂടെ ചറപറാന്ന് വേണ്ടി ഷൂട്ട് ചെയ്യാണ്. ഇത്തവണ ഏലിയൻസിന്റെ കളി നമ്മുടെ മനുഷ്യരോട് നടന്നില്ല കേട്ടോ. തകിടം മറിഞ്ഞ് പൊട്ടി തെറിച്ചു പോവാണ്. ഇത് കണ്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എങ്ങനെ ഇവറ്റകളെ ഇല്ലാതാക്കാം എന്നുള്ള വഴി ഷാനും അതുപോലെ ഈ പട്ടാളക്കാരും കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവരുടെ കയ്യിൽ ആകെ ഒരു ഗണ്ണേ ഉള്ളൂ, അതുപോലെ തന്നെ കുറച്ച് പട്ടാളക്കാരേ ഉള്ളൂ. പക്ഷെ ഇനിയും ഏലിയൻസ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും കൂടെ അടിക്കാനുള്ള വെപ്പണൊന്നും ഇവരുടെ കയ്യിലില്ല. എന്നാൽ ഈ സമയത്താണ് ഷാൻ സെർജി പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം പറയുന്നത്. അതായത് ഒരുമിച്ച് വരുന്ന ഈ ഏലിയൻസ് ഉണ്ടല്ലോ ഇതെല്ലാം പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും പവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ഇല്ലാതാക്കിയാൽ ചിലപ്പോൾ ബാക്കിയുള്ളതിനെയും അത് ബാധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഗണ്ണുണ്ടല്ലോ അതൊരു തവണ കൂടിയേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു വഴിയുണ്ട്. അതായത് തുടക്കത്തിൽ ഷാൻ ഒരു കാര്യം കണ്ടായിരുന്നു. അതായത് ഈ ഏലിയൻസ് വരുന്ന സമയത്ത് അവിടെ വെള്ളം ഉണ്ടെങ്കിൽ അതിലൂടെയും ഷോക്ക് വേവ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ഒരുപാട് വെള്ളത്തിന്റെ ടാങ്കുകൾ ഉണ്ടായിരുന്നു. ഇത് മുഴുവനായിട്ടും അവിടെ മറിച്ചു കളയാം. ഈ ഏലിയൻസ് വരുന്ന സമയത്ത് ഇതിന്റെ എല്ലാ എനർജി പരസ്പരം അതോടുകൂടെ കണക്റ്റഡ് ആവും. ആ നേരം ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് എല്ലാത്തിന്റെയും ഷീൽഡ് ഒരുപോലെ ഓപ്പൺ ആവും. അപ്പൊ അറ്റാക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞാൻ നറ്റാലിയെ തേടി പോവാണ്. അങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇപ്പൊ ഷാൻ അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ പട്ടാളക്കാർ അവിടെ മുഴുവൻ വെള്ളമാക്കി ആ ഒരു ഗണ്ണും വെച്ച് ഏലിയൻസ് വരുന്നതും കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഏലിയൻസ് അങ്ങോട്ടേക്ക് വന്നു. ബുദ്ധിയില്ലാത്ത ഏലിയൻസ് ആണെങ്കിൽ ഇത്രയും വലിയ കണ്ടുപിടുത്തമൊന്നും നടത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാതെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഐഡിയ അത് വർക്കാവില്ല. എന്നാൽ അതേ നേരം പിന്നിൽ നിന്നും ഒരു പെട്രോൾ ബോംബ് അവിടെ വന്ന് വീഴുകയാണ്. അതിൽ ഭയന്ന് ഈ ഏലിയൻസ് പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പെട്രോൾ ബോംബ് അതാരാണ് എറിഞ്ഞെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിക്കിയായിരുന്നു. ഇവറ്റകളുടെ ശ്രദ്ധ മാറ്റാനും ഒന്ന് പേടിപ്പിക്കാനുമാണ് അവൾ അങ്ങനെ ചെയ്തത്. എന്തായാലും ഇതോടുകൂടിയിട്ട് ഏലിയൻസ് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് വന്നപ്പോൾ ആ വെള്ളത്തിൽ അവറ്റകൾ ടച്ച് ആവുകയാണ്. അതേ നിമിഷം തന്നെ പട്ടാളക്കാർ കയ്യിലുണ്ടായിരുന്ന ആ ഗണ്ണ് വെച്ച് അതിൽ ഒരെണ്ണത്തിനെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ എല്ലാത്തിന്റെയും ഷീൽഡ് ഒരുമിച്ച് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ തന്നെ ഗണ്ണ് വെച്ച് ഫയർ ചെയ്യാണ്. മൂന്നെണ്ണത്തിനെയും ഒരുപോലെ അടിച്ച് തീർത്ത് കളയാണ്. അപ്പൊ നമ്മുടെ ഷാൻ പറഞ്ഞു കൊടുത്ത ആ ഐഡിയ വർക്കൗട്ടായി. ഇതേ നേരം തന്നെ ഷാൻ ഒരുപാട് അവിടെ തപ്പി പിടിച്ച് അവസാനം നറ്റാലിയെ കണ്ടുപിടിച്ചു. ഭയം കാരണം നറ്റാലിയ ഒരു ബസ്സിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. വാ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവാന്ന് ഷാൻ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ആ ഒരു ബസ് ഓൺ ആവുകയാണ്. ഇതൊരു ഇലക്ട്രിക്കൽ ബസ്സായിരുന്നു. ബസ് ഇങ്ങനെ തനിയെ ഓൺ ആവണമെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഓൾറെഡി ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഏലിയൻ വന്നു കഴിഞ്ഞു. ശരിയാണ്. ഇപ്പൊ ഷാൻ നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ ഒരെണ്ണത്തിനെ കാണുകയാണ്. ആ ഗണ്ണിൽ ഒരെണ്ണം അവന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് വെച്ച് ആ ഒരു ഏലിയനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ആ ഒരു ഷീൽഡ് ഇപ്പൊ ഏകദേശം തകർന്നു കിടുകയാണ്. പക്ഷെ അതിനെ അറ്റാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെപ്പൺ ഒന്നും ഷാന്റെ കയ്യിലില്ല. അവനിപ്പോ എന്താ കിട്ടുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാഗെല്ലാം തപ്പി നോക്കുന്നുണ്ട്. ഇതേ നേരം ആ ഏലിയൻ ബസ്സിന് ഓൺ ആക്കിയത് കൊണ്ട് തന്നെ ഇതൊരു കൺട്രോളും ഇല്ലാതെ മുന്നോട്ടേക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവാണ്. അങ്ങനെ അവസാനം ബാഗ് തപ്പി നോക്കിയപ്പോൾ ഷാന് ഒരു കാര്യം കിട്ടുകയാണ്. അന്ന് ഏലിയനെ ഫയർ ചെയ്ത സമയത്ത് അതിന്റെ ഷീൽഡിന്റെ ഒരു ഭാഗം തെറിച്ച് വന്ന് ഷാന്റെ അടുത്ത് വീഴുന്നല്ലോ. അത് അവനെടുത്ത് ബാഗിൽ വെച്ചായിരുന്നു. ആ കഷ്ണം ഇപ്പോഴും അവന്റെ ബാഗിലുണ്ട്. ഒന്നും നോക്കിയില്ല. ആ പീസ് എടുത്ത് ഈ ഏലിയന് നേരെ ഒരേറ്റ ഏറിയാണ്. ആ കഷ്ണം ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് ഏലിയൻസ് ഉണ്ടാക്കിയതായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് വീണപ്പോൾ ആ സാധനം ഷോർട്ട് ആവുകയാണ്. അതിനുള്ളിൽ വെച്ച് പൊട്ടുകയാണ്. അതോടൊപ്പം തന്നെ ആ ഏലിയൻ ചത്തുപോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ബസ് ഇപ്പോ സബ്മറൈൻ ഉണ്ടല്ലോ
അതുള്ള സ്ഥലത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അവിടെ തന്നെ നമ്മുടെ കമാൻഡറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആളുകളും ഉണ്ടായിരുന്നു. ഷാനും അതുപോലെ തന്നെ നെറ്റാലിയും ആ ഒരു മുങ്ങിക്കപ്പലിൽ കയറിയിട്ട് ഇപ്പൊ രക്ഷപ്പെടാൻ നിൽക്കുകയാണ്. എന്നാൽ കമാൻഡറും അദ്ദേഹത്തിന്റെ ആളുകളും ഞങ്ങളില്ല എന്ന് പറയാണ്. കാരണം ഇനി എങ്ങനെ ആ ഒരു ഏലിയൻസിനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള വിദ്യ അല്ലെങ്കിൽ ആ നോളേജ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ നാട്ടിൽ നിന്നും അവറ്റകളെ തുടച്ചു നീക്കിയിട്ടേ നമ്മൾ ഇനി വരുന്നുള്ളൂ, നമ്മൾക്കിനി വിശ്രമമുള്ളൂ. ഞങ്ങൾ എന്തായാലും ക്യാമ്പിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് ഈ വിവരം നീ പറഞ്ഞു തന്നതുപോലെ തന്നെ ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാവർക്കും ഈ നോളേജ് നീ പാസ് ചെയ്യുക. മോസ്കോ നഗരത്തെ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതുപോലെ ബാക്കിയുള്ളവരും അത് ചെയ്യട്ടെ. അങ്ങനെ ഷാനെയും നെറ്റാലെയും ആ ഒരു മുങ്ങിക്കപ്പൽ ഇവര് പറഞ്ഞേക്കാണ്. പിന്നീട് കമാൻഡർ പറഞ്ഞതുപോലെ തന്നെ എങ്ങോട്ടേക്കെല്ലാം ഈ ഒരു വിവരം പാസ് ചെയ്യാൻ പറ്റുമോ ആ വിവരങ്ങൾ ഇവർ പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാനെയും നെറ്റാലെയും കാണിക്കുകയാണ്. അവരിപ്പോഴും ആ ഒരു മുങ്ങിക്കപ്പലിൽ തന്നെയാണ്. എന്നാൽ അവരെ കാണുമ്പോൾ അറിയാം എല്ലാവരും ഒന്ന് കൂളായിട്ടുണ്ട്. സംഭവം ഭൂമി ഇപ്പോൾ വലിയൊരു അറ്റാക്കിന്റെ കീഴിലാണ്. എന്നിരുന്നാലും അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യം മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൂമി ഇപ്പോൾ വലിയൊരു പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ആ ഏലിയൻസിനെതിരെ പോരാടാൻ വേണ്ടി പോരാടുകയും ചെയ്യും, നമ്മൾ വിജയിക്കുകയും ചെയ്യും. സിനിമയുടെ അവസാനം ഇങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷാനിയും നെറ്റാലിയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കഥ എങ്ങനെയുണ്ട്? നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നില്ലേ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.